യൂണിറ്റ് ഐ ഈ സെൻസർ വർഗീകരണം, സ്വഭാവ ഗുണങ്ങൾ, സിഗ്നൽ തരങ്ങൾ എന്നിവയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. പരീക്ഷയ്ക്ക് എങ്ങനെ ഫലപ്രദമായി തയ്യാറെടുക്കാമെന്ന് നോക്കാം. ഈ യൂണിറ്റ് സെൻസറുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, അവയുടെ പ്രകടനം എങ്ങനെ വിലയിരുത്താം എന്നതിനെക്കുറിച്ചുള്ള അടിസ്ഥാനം നൽകുന്നു. ഈ പ്രധാന ആശയങ്ങളുടെ വിശകലനം. സ്ഥിര സ്വഭാവ ഗുണങ്ങൾ, സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ്. ഒരു സെൻസർ സ്ഥിരമായ അവസ്ഥയിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ഇത് വിവരിക്കുന്നു. അതായത് ഇൻപുട്ട് സ്ഥിരമായിരിക്കുമ്പോഴോ വളരെ സാവധാനം മാറുമ്പോഴോ കൃത്യത, ആക്യുറസി, സെൻസർ റീഡിംഗ് യഥാർത്ഥ മൂല്യത്തോട് എത്രത്തോളം അടുത്താണ് എന്നത്. സാധാരണയായി പൂർണ്ണ സ്കെയിൽ റീഡിംഗിന്റെ ശതമാനമായി ഇത് പ്രകടിപ്പിക്കുന്നു. സൂക്ഷ്മത, പ്രസിഷൻ. ഒരേ ഇൻപുട്ടിന്റെ ആവർത്തിച്ചുള്ള അളവുകൾക്ക് സെൻസർ എത്ര സ്ഥിരമായി ഒരേ റീഡിംഗ് നൽകുന്നു എന്നത്. ഒരു സെൻസർ കൃത്യമായിരിക്കാം, പക്ഷേ സൂക്ഷ്മമായിരിക്കണമെന്നില്ല. ഉദാഹരണത്തിന് ചെറുതായി തെറ്റായ റീഡിംഗുകൾ സ്ഥിരമായി നൽകുന്നു. രേഖീയത, ലിനിയാരിറ്റി. ഇൻപുട്ടിന് ആനുപാതികമായി സെൻസറിന്റെ ഔട്ട്പുട്ട് എത്രത്തോളം നന്നായി മാറുന്നു എന്നത് ഒരു നേർരേഖയായിരിക്കണം. ആദർശപരമായി ബന്ധം. ഹിസ്റ്റെറസിസ്. ഇൻപുട്ട് കൂടുകയാണോ കുറയുകയാണോ എന്നതിനെ ആശ്രയിച്ച് സെൻസറിന്റെ ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന വ്യത്യാസം. ഇതൊരു ഓർമ്മ പ്രഭാവം പോലെയാണ്. സെൻസിറ്റിവിറ്റി. ഇൻപുട്ടിൽ ഉണ്ടാകുന്ന ഒരു നിശ്ചിത മാറ്റത്തിന് ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന മാറ്റം. ഉയർന്ന സെൻസിറ്റിവിറ്റി എന്നാൽ ചെറിയ മാറ്റങ്ങളോട് സെൻസർ കൂടുതൽ പ്രതികരിക്കുന്നു എന്നാണ് അർത്ഥം. ഡൈനാമിക് സ്വഭാവ ഗുണങ്ങൾ, ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ്. ഇൻപുട്ട് വേഗത്തിൽ മാറുമ്പോൾ സെൻസർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ഇത് വിവരിക്കുന്നു. പ്രതികരണ സമയം, റെസ്പോൺസ് ടൈം. ഇൻപുട്ടിൽ ഉണ്ടാകുന്ന മാറ്റം പ്രതിഫലിപ്പിക്കാൻ സെൻസറിന്റെ ഔട്ട്പുട്ട് എത്ര വേഗത്തിൽ മാറുന്നു എന്നത്. റൈസ് ടൈം. ഇൻപുട്ടിൽ ഒരു മാറ്റം വരുത്തിയ ശേഷം ഔട്ട്പുട്ട് അതിന്റെ അവസാന മൂല്യത്തിന്റെ ഒരു നിശ്ചിത ശതമാനത്തിൽ, ഉദാഹരണത്തിന് 90% എത്താൻ എടുക്കുന്ന സമയം. സെറ്റിലിംഗ് ടൈം. ഔട്ട്പുട്ട് അതിന്റെ അവസാന മൂല്യത്തിന്റെ ഒരു നിശ്ചിത പരിധിക്കുള്ളിൽ സ്ഥിരമാകാൻ എടുക്കുന്ന സമയം. എറർ അനാലിസിസ്. സെൻസർ പ്രകടനം വിലയിരുത്തുന്നതിന് എററുകൾ മനസ്സിലാക്കുകയും അളക്കുകയും ചെയ്യുന്നത് അത്യാവശ്യമാണ്. അബ്സല്യൂട്ട് എറർ. അളന്ന മൂല്യവും യഥാർത്ഥ മൂല്യവും തമ്മിലുള്ള വ്യത്യാസം. റിലേറ്റീവ് എറർ. അബ്സല്യൂട്ട് എറർ യഥാർത്ഥ മൂല്യത്താൽ ഹരിക്കുന്നു, സാധാരണയായി ശതമാനമായി പ്രകടിപ്പിക്കുന്നു. സിസ്റ്റമാറ്റിക് എറേഴ്സ്. തിരുത്താൻ കഴിയുന്ന സ്ഥിരമായ എററുകൾ. ഉദാഹരണത്തിന് കാലിബ്രേഷൻ എററുകൾ. റാൻഡം എറേഴ്സ്. പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിയാത്ത പ്രവചനാതീതമായ എററുകൾ. ഉദാഹരണത്തിന് നോയിസ്. സെൻസർ വർഗീകരണം, സെൻസർ ക്ലാസിഫിക്കേഷൻ. സെൻസറുകളെ വിവിധ രീതികളിൽ വർഗീകരിക്കാം. ആക്റ്റീവ് വേഴ്സസ് പാസീവ്. ആക്റ്റീവ് സെൻസറുകൾ അവയുടെ സ്വന്തം ഔട്ട്പുട്ട് സിഗ്നൽ ഉൽപ്പാദിപ്പിക്കുന്നു. ഉദാഹരണത്തിന് പീസോ ഇലക്ട്രിക് സെൻസറുകൾ. അതേസമയം പാസീവ് സെൻസറുകൾക്ക് ബാഹ്യ ഉത്തേജന സിഗ്നൽ ആവശ്യമാണ്. ഉദാഹരണത്തിന് റെസിസ്റ്റീവ് സെൻസറുകൾ. അനലോഗ് വേഴ്സസ് ഡിജിറ്റൽ. അനലോഗ് സെൻസറുകൾ തുടർച്ചയായ ഔട്ട്പുട്ട് സിഗ്നൽ ഉൽപ്പാദിപ്പിക്കുന്നു. അതേസമയം ഡിജിറ്റൽ സെൻസറുകൾ വിവേചിക്കപ്പെട്ട ഔട്ട്പുട്ട് സിഗ്നൽ ഉൽപ്പാദിപ്പിക്കുന്നു. കാലിബ്രേഷൻ ടെക്നിക്സ്. സെൻസറിന്റെ ഔട്ട്പുട്ട് യഥാർത്ഥ മൂല്യവുമായി പൊരുത്തപ്പെടുത്തുന്നതിനുള്ള പ്രക്രിയയാണ് കാലിബ്രേഷൻ. ഇതിൽ സാധാരണയായി സെൻസറിന്റെ റീഡിംഗുകൾ അറിയപ്പെടുന്ന ഒരു നിലവാരവുമായി താരതമ്യം ചെയ്യുന്നു. സിഗ്നൽ തരങ്ങൾ, സിഗ്നൽ ടൈപ്സ്. അനലോഗ് ഒരു പരിധിക്കുള്ളിൽ ഏത് മൂല്യവും എടുക്കാൻ കഴിയുന്ന തുടർച്ചയായ സിഗ്നലുകൾ. ഡിജിറ്റൽ 0, 1 തുടങ്ങിയ പ്രത്യേക മൂല്യങ്ങൾ മാത്രം എടുക്കാൻ കഴിയുന്ന വിവേചിക്കപ്പെട്ട സിഗ്നലുകൾ. PWM ഓഫ് പൾസ് വിഡ്ത് മോഡുലേഷൻ. അനലോഗ് മൂല്യത്തെ പ്രതിനിധീകരിക്കുന്നതിന് പൾസിന്റെ വീതി വ്യത്യാസപ്പെടുത്തുന്ന ഒരു ഡിജിറ്റൽ സിഗ്നൽ. PPM ഓഫ് പൾസ് പൊസിഷൻ മോഡുലേഷൻ. അനലോഗ് മൂല്യത്തെ പ്രതിനിധീകരിക്കുന്നതിന് പൾസിന്റെ സ്ഥാനം വ്യത്യാസപ്പെടുത്തുന്ന ഒരു ഡിജിറ്റൽ സിഗ്നൽ. 2. പരീക്ഷാ തയ്യാറെടുപ്പ് തന്ത്രങ്ങൾ. വ്യത്യാസങ്ങൾ മനസ്സിലാക്കുക. സ്ഥിരവും ഡൈനാമിക്കുമായ സ്വഭാവ ഗുണങ്ങൾ തമ്മിലുള്ള വ്യത്യാസം വ്യക്തമായി വിശദീകരിക്കാൻ കഴിയണം. ഓരോ സ്വഭാവവും സെൻസർ പ്രകടനത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതിന്റെ ഉദാഹരണങ്ങൾ നൽകുക. എറർ അനാലിസിസ് പരിശീലനം. എറർ കണക്കുകൂട്ടലുകൾ. അബ്സല്യൂട്ട് എറർ, റിലേറ്റീവ് എറർ, ശതമാനം എറർ ഉൾപ്പെടുന്ന പ്രശ്നങ്ങൾ ചെയ്തു പഠിക്കുക. വിവിധ തരത്തിലുള്ള എററുകൾ എങ്ങനെ തിരിച്ചറിയാമെന്നും വർഗീകരിക്കാമെന്നും മനസ്സിലാക്കുക. സെൻസർ വർഗീകരണത്തെക്കുറിച്ചുള്ള അറിവ്. സെൻസറുകൾ വർഗീകരിക്കുന്ന വിവിധ രീതികളെക്കുറിച്ച് ആക്റ്റീവ് ബൈ പാസീവ്, അനലോഗ് ബൈ ഡിജിറ്റൽ പരിചയമുണ്ടായിരിക്കുക. ഓരോ തരത്തിനും ഉദാഹരണങ്ങൾ നൽകാൻ കഴിയണം. സിഗ്നൽ തരങ്ങളുടെ ഗുണങ്ങളും ദോഷങ്ങളും. അനലോഗ്, ഡിജിറ്റൽ, PWM, PPM സിഗ്നലുകളുടെ ഗുണങ്ങളും ദോഷങ്ങളും അറിയുക. ഓരോ സിഗ്നലും എപ്പോഴാണ് ഉപയോഗിക്കാൻ ഏറ്റവും അനുയോജ്യമെന്ന് മനസ്സിലാക്കുക. കാലിബ്രേഷൻ പ്രശ്നങ്ങൾ. സെൻസർ കാലിബ്രേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിശീലിക്കുക. വിവിധ കാലിബ്രേഷൻ ടെക്നിക്കുകളും അവ എങ്ങനെ പ്രയോഗിക്കുന്നുവെന്നും മനസ്സിലാക്കുക. യഥാർത്ഥ ലോക ഉദാഹരണങ്ങൾ. ആശയങ്ങളെ സെൻസർ ആപ്ലിക്കേഷനുകളുടെ യഥാർത്ഥ ലോക ഉദാഹരണങ്ങളുമായി ബന്ധിപ്പിക്കാൻ ശ്രമിക്കുക. ഇത് വിവിധ സ്വഭാവങ്ങളുടെയും സിഗ്നൽ തരങ്ങളുടെയും പ്രായോഗികപരമായ സൂചനകൾ മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കും. പതിവായി റിവ്യൂ ചെയ്യുക. മെറ്റീരിയൽ പതിവായി റിവ്യൂ ചെയ്യുക. പ്രധാന ആശയങ്ങൾ നിങ്ങളുടെ സ്വന്തം വാക്കുകളിൽ സംഗ്രഹിക്കാൻ ശ്രമിക്കുക. ഇത് നിങ്ങളുടെ ധാരണയെ ഉറപ്പിക്കാൻ സഹായിക്കും. 3. മാതൃകാ പരീക്ഷാ ചോദ്യങ്ങൾ എങ്ങനെ സമീപിക്കണം. ചോദ്യം: കൃത്യതയും സൂക്ഷ്മതയും തമ്മിലുള്ള വ്യത്യാസം വിശദീകരിക്കുക. സൂക്ഷ്മതയുള്ളതും എന്നാൽ കൃത്യമല്ലാത്തതുമായ ഒരു സെൻസറിന്റെ ഉദാഹരണം നൽകുക. ഉത്തരം: കൃത്യത എന്നത് സെൻസർ റീഡിംഗ് യഥാർത്ഥ മൂല്യത്തോട് എത്രത്തോളം അടുത്താണ് എന്നതിനെ സൂചിപ്പിക്കുന്നു.
അതേസമയം സൂക്ഷ്മത എന്നത് ഒരേ ഇൻപുട്ടിന്റെ ആവർത്തിച്ചുള്ള അളവുകൾക്ക് സെൻസർ എത്ര സ്ഥിരമായി ഒരേ റീഡിംഗ് നൽകുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. ഒരു സെൻസർ ചെറുതായി തെറ്റായ റീഡിംഗുകൾ സ്ഥിരമായി നൽകുകയാണെങ്കിൽ അത് സൂക്ഷ്മതയുള്ളതും എന്നാൽ കൃത്യമല്ലാത്തതുമാണ്. ഉദാഹരണത്തിന്, ഒരു സ്കെയിൽ ആക്ച്വൽ വെയ്റ്റിനേക്കാൾ 2 പ